അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ടീ ഫാക്ടറി വരുന്നത്, പഴയ ബോണക്കാട് എസ്റ്റേറ്റിലെ ടീ ഫാക്ടറി. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മുഖം ഇടിച്ചിട്ടുണ്ട്. ഇപ്പം കാണണം ഒരു വൈകുന്നേരം 5 മണിക്ക് ഒരു കാഴ്ചയാണ് കാണുന്നത്. പേപ്പാറ ഡാം സമയത്തായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോണക്കാട് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ നമ്മളിവിടെ നിന്നൊരു നമ്മൾ ലെറ്റർ കാർഡ് അടിക്കാൻ പോയാണ്. നമ്മളെ ദം ബിരിയാണി പൊട്ടിക്കാൻ സമയമായിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എവിടെയാണ് ഉള്ളതെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്. നമ്മളിന്ന് വിതുര, തിരുവനന്തപുരം ജില്ലയിലെ വിതുരയിലുള്ള ബോണക്കാടാണ് നമ്മളിന്നുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇവിടെ നമ്മൾ ക്യാമ്പ് ചെയ്യാറുണ്ട് ക്രിസ്മസ് ടൈം ആകുമ്പം. അപ്പോൾ ഈ വർഷവും നമ്മൾ അതുപോലെ വന്നേക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ 3 പേരുണ്ട്. ഞാനുണ്ട്, നമ്മളെ ജുനൈദുണ്ട്, നമ്മളെ കണ്ണൻ ചേട്ടനുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. വേറെ ടീം മുകളിലോട്ട് എല്ലാം കൂടെ ഒരു 10 പേരുണ്ട് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമ്മൾ 2 പകലും ഒരു നൈറ്റ് ഇവിടെ നിൽക്കാനുള്ള പരിപാടിയാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ബോണക്കാട് വരാം, ഇതുപോലെ ക്യാമ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോ കാണാം. നമ്മളിപ്പം പോകുന്ന വഴികളെല്ലാം കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ടീംസ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം. ഇതിനു മുന്നേ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു രാജീവനുണ്ട്. പുതുതായിട്ട് 2 പേര് വന്നിട്ടുണ്ട്. നമ്മളെ അമ്മമാരാണ് 2 പേര്. ഇത് സുരേഷ് എണ്ണുണ്ട്, പേര് മാറി പോയി, രമേശ് എണ്ണുണ്ട്. എന്തായാലും കാണും, പേര് മാറിപ്പോയതാണ്, വേറൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് ബോണക്കാടത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വേളയിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണുക. പൊളിക്കണം, ഇന്ന് നമ്മൾ അടിച്ച് പൊളിക്കണം ഇവിടെ. ഇന്ന് നൈറ്റ് നാളെ ഇവിടെ ഉണ്ട്, നമ്മൾ അടിച്ച് പൊളിക്കണം ഇവിടെ. അപ്പോൾ ആ വീഡിയോ നമ്മൾ വൈബാക്കുന്നു. അപ്പം ആ വീഡിയോ നിങ്ങൾക്ക് കാണാം, ഫുള്ള് കാണണം. കാട് ഇതിൻ്റെ സ്ഥലത്തെത്താറായി. അത് ചെറിയൊരു ബോണക്കാട് വന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ചെറിയൊരു ജംഗ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. കാണാം, നമ്മളെല്ലാവരും ഒന്നിച്ച് പോവുകയാണ്. എല്ലാവരും ജോയിൻ ആയിട്ടുണ്ട്. നമ്മൾ കുറേ സാധനമൊക്കെ വാങ്ങിച്ച് ഒന്ന് വൈകിട്ട് ബിരിയാണിയൊക്കെ വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പം നേരെ പോവുകയാണെങ്കിൽ അവിടെ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റാക്കണം. എന്നിട്ട് പിന്നെ സൈറ്റ് സീയിങ്ങിന് പോകണം. പിന്നെ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇന്ന് ബോണക്കാട് ഫുൾ അടിച്ച് പൊളിക്കാനുള്ള പരിപാടിയാണ് 2 ദിവസം. അല്ലടാ അതിനേത് കണ്ടോ, നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ആ ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ മേളിലൊക്കെ ഇതിൽ നിന്ന് വലിയ അരുവികളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി കുളിക്കും. വൈകുന്നേരം അവിടെയൊക്കെ ഇറങ്ങി കുളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കഴിഞ്ഞതിന് വന്നപ്പോഴും നമ്മളങ്ങനെ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത്തവണയും ഇതിൽ നിന്നും അടിപൊളിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ക്രിസ്മസിനും ഇവിടെ എത്താറുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസിന് നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. കണ്ണെണ്ണമുണ്ട് കൂടെ. നമ്മളിപ്പം 2 ബൈക്ക് 2 കാറിലായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം കാറിനകത്ത്. നമ്മളത് ഇവിടെ വേറെ ഒന്നും സൗകര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ താഴെ നിന്നല്ല എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വേവിക്കാനുള്ള പാത്രങ്ങളായാലും എല്ലാം നമ്മൾ താഴെ നമ്മൾ കൊണ്ടുവന്ന്. അല്ലാതെ ഇവിടെ നമുക്കൊന്നും കിട്ടാൻ ഒരു ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാം വാങ്ങി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിച്ചുകൊണ്ടാണ് അല്ലടാ ഇങ്ങോട്ട് വന്നേക്കുന്നത്. സൗണ്ട്, സ്പീക്കർ, ലൈറ്റ്സ് എല്ലാം, ലൈറ്റ് ഉൾപ്പെടെ നമ്മളിങ്ങനെ എല്ലാം ഒന്നേ സെറ്റ് ചെയ്യണം ആ വീട്ടിലും. പക്ഷേ അത് പൂട്ടിക്കിടക്കണ ഒരു പഴയ വീടാണ്. അപ്പോൾ ആ വീട്ടിലോട്ടാണ് നമ്മൾ പോണത്. ചിലപ്പോൾ നമ്മൾ ആ വീട്ടിലായിരിക്കും ക്യാമ്പ് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എല്ലാവരും പറയണതൊക്കെ ഒരു പ്രേത ബംഗ്ലാവുണ്ട്. അതാ നോക്ക്, അടിപൊളി നോക്ക്, നല്ല സീനാണ് അങ്ങോട്ട്. അപ്പോൾ നമ്മളവിടെ ഏകദേശം അങ്ങ് മുകളിൽ നമുക്ക് ആ വീട് ഇവിടെ നോക്കിയാൽ കാണാം. ക്യാമറ സൂം ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ മലയുടെ മുകളിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത്, ഇത് തന്നെ നമ്മൾ ഒരു കൂട്ടിക്കിടക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ആ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ പോയി നമ്മൾ വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. ചിലപ്പോൾ നമ്മളിന്ന് അവിടെ ആയിരിക്കും ക്യാമ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എല്ലാവരും പേടിപ്പെടുത്തുന്ന ഒരു ബംഗ്ലാവ് ഉണ്ടെന്നാണ്. അങ്ങനെയൊന്നുമില്ല. ആ ബംഗ്ലാവിലൊരു പേടിപ്പെടുത്താനുള്ള ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ വർഷങ്ങളായിട്ട് വന്ന് പരിചയമുള്ളൊരു ബംഗ്ലാവാണത്. അപ്പം അവിടെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ അതൊക്കെ ചുമ്മാ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അവിടെ പ്രേതമുണ്ട്, ഭൂതമുണ്ട് എന്നൊക്കെ. അവിടെ അങ്ങനെ ഒരു സീനേ ഇല്ല. അപ്പോൾ നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് അവിടെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ കൂട്ടിക്കിടക്കുന്ന വീട്ടിനകത്തായിരിക്കും.
അപ്പോൾ നമ്മളെന്തായാലും നമുക്കിന്ന് എത്ര മാസം മുമ്പ് പെർമിഷൻ ചോദിച്ച് നമുക്ക് ഇന്ന് പെർമിഷൻ കിട്ടി. പെട്ടെന്ന് നമുക്ക് ബോണക്കാട് വന്ന് ഇതുപോലെ ക്യാമ്പ് ചെയ്യാനോ അല്ലാതെ ഇവിടെ വന്ന് കാണാനോ പറ്റത്തില്ല. ഇന്ന് വേറെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ടീംസ് മാത്രമേ ഉള്ളൂ ഇന്ന് പുറത്തുനിന്ന്. പിന്നെ ഈ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പം നല്ല കാഴ്ചകൾ. പോകുന്ന വഴിക്ക് അടിപൊളി അടുത്തൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. നിർത്തണം. വെള്ളച്ചാട്ടവും അത് വലിയൊരു വെള്ളച്ചാട്ടം അല്ല എങ്കിലും അത്യാവശ്യം നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. നോക്ക്, അടിപൊളിയൊരു സീനാണ് ഒന്ന് കാണാൻ. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. നോക്ക് ഇതിനേതെ അടിപൊളി തണുത്ത വെള്ളം. എൻ്റെ പൊന്നോ, ഫ്രീസറിൽ നിന്ന് നമ്മളെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കൂലേ, ഫ്രീസറിൽ നിന്നൊക്കെ അതുപോലെ തണുത്ത വെള്ളം. സ്വയം തണുപ്പുള്ള സൂപ്പർ തണുത്ത വെള്ളം. നമുക്കിതാ മലയുടെ മുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം നമുക്ക് കുടിക്കാനൊക്കെ പറ്റിയ അടിപൊളി വെള്ളമാണ് കേട്ടോ. എല്ലാവരും പൊങ്ക വീട്ടിൽ കയറുമ്പോൾ സൂപ്പർ തണുത്ത വെള്ളം. അതാ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാനൊക്കെ. മേളിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ ഇനി നമുക്ക് അങ്ങോട്ട് കാണാനുണ്ട്. അത് തന്നെ അതാണ് ഞാൻ നല്ലൊരു സീൻ കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് അടുത്ത ടീം എത്തിയിട്ടുണ്ട് നമ്മളുള്ള. അങ്ങോട്ട് വളവൊക്കെ വളവന്തിനൊക്കെ വളയ്ക്കണം കേട്ടോ. നോക്ക്, ഞാൻ പറഞ്ഞ നോക്ക്, മുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. അപ്പം മഴ സമയത്ത് നല്ല രീതിയിൽ നമുക്ക് കാണാം. നല്ല തണുത്ത വെള്ളം, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഇനിയും രണ്ടുപേര് മേളിലുണ്ട്. അവർ സാധനങ്ങളായിട്ടൊക്കെ മുകളിൽ പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ പിറകെ പോവുകയാണ്. അതെ അടുത്ത വാട്ടർഫോൾസ് ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അടുത്ത ടീം വന്നിട്ടുണ്ട്. ഞങ്ങളെ കൂടെ തിരിച്ചു ആ വാക്കി ടോക്കി ഇങ്ങോട്ട് അതിനകത്ത് നമ്മളോട് പേടിച്ച് അവർ തിരിച്ചിറങ്ങി വന്ന് നമ്മൾ കാണാനല്ല എന്ന് വെച്ചാൽ റേഞ്ച് ഒന്നും ഇല്ല ഇവിടെ. അതുകൊണ്ട് അവർ നമ്മളെ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ തിരിച്ച് വീണ്ടും വന്ന് നമ്മൾ വീണ്ടും തിരിച്ച് പോവുകയാണ്. മേളിലോട്ട് തന്നെ പോവുകയാണ്. ഒരു രക്ഷയില്ല, അത്രയ്ക്കുന്ന ക്ലൈമറ്റൊക്കെ അടിപൊളി. അപ്പം നമുക്ക് വെയിൽ തോന്നണമെങ്കിലും നല്ല തണുപ്പുണ്ട്. കണ്ടാ നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നുണ്ടാ നല്ല രീതിയിൽ അടുക്കിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ഇതിൽ നമ്മളവിടെ പോകുന്ന വഴിയിലെല്ലാം ചെറിയ വാട്ടർ ഫാൾസുകളും അങ്ങനെ മരങ്ങളൊക്കെ കാണാൻ പൊളിയാണ്. രക്ഷയില്ല. സംഭവം പറഞ്ഞാൽ ഈ ക്യാമറ കാണാനെക്കാട്ടി നേരിട്ട് കാണണം അല്ലടാ ജുനൈദ്, അതാണ് ഇതിൻ്റെ വൈബ്. നേരിട്ട് ഇവിടെ വന്ന് ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബോണക്കാട്. അപ്പം നമ്മൾ പറഞ്ഞ കണക്ക് അല്ലാതെ പോണ വഴി മൊത്തം ഇതുപോലെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം നമുക്ക്. അതാ നല്ല തണുത്ത വെള്ളം. അപ്പോൾ നമ്മൾ എന്തായാലും ഈ മേളിലൊക്കെ പോയിട്ട് അവിടുത്തെ വീടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു കുളിക്കാൻ പോകുന്നുണ്ട്. അത് കുളിക്കാൻ പോകുന്ന സ്ഥലമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാം ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ബംഗ്ലാവുകളുണ്ട്, ഇഷ്ടംപോലെ ബംഗ്ലാവുകളുണ്ട് ഇവിടെ. അതെല്ലാം കാണിച്ചു തരാം. പ്രധാനപ്പെട്ട ബംഗ്ലാവ് അതാണ് നമ്മൾ പറഞ്ഞ പ്രേത ബംഗ്ലാവ് എന്ന് പറയാം. എന്താണ് അതിൻ്റെ പേര്? B2B ബംഗ്ലാവ് അതാണ്. അപ്പം അത് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേളിലോട്ട് പോവുകയാണ്. ഹൈ റേഞ്ച് കയറി പോവുകയാണ്. കയറി മല മുകളിലെത്തി. അപ്പോൾ നമ്മളെ രമേശ് അണ്ണുണ്ട്. രമേശ് അണ്ണനാണ് പുള്ളിയും നമ്മളെ രാജീവ് അണ്ണൻ, ശിവണ്ണൻ എല്ലാവരും ഇവിടുത്തെ പണ്ട് താമസിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർക്കാണ് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം നമ്മളൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പേടിച്ചു പോയി. റോഡിൽ എന്തോരു സാധനം കിടക്കുന്നത് പാമ്പാണെന്ന് വിചാരിച്ച്. എന്നുവെച്ചാൽ എല്ലാ സാധനവും ഉണ്ട് ഇതിനകത്തതാ. അപ്പോൾ നമ്മൾ ബോണക്കാട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് അടിപൊളി രക്ഷയില്ല. അതാ പേപ്പാറ ഡാമിൻ്റെ ഒരു വ്യൂ കാണുന്നുണ്ട്. പേപ്പാറ ഡാം കാണാം. അപ്പം ഇവിടെയാണെങ്കിൽ കുറേ വീടുകളും പിന്നെ ചെറിയൊരു ജംഗ്ഷൻ, ചെറിയ 2-3 ചായക്കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ജംഗ്ഷൻ. ഒരു ചർച്ചുണ്ട്. ഒന്നെന്നല്ല ഇതിനകത്ത് ഒരുപാട് ചർച്ചുകളുണ്ട്. ഒരു കുരിശടിയുണ്ട്. ഇതാണ് ബോണക്കാട്. ഇപ്പം നമ്മളെ വണ്ടികളാണ് വരുന്നത്. നമുക്ക് സാധനങ്ങളെല്ലാം അതിനകത്താണ് നമ്മളെ. ഇവിടെ കുറേ ചെറിയ കടകളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയ പോസ്റ്റ് ഓഫീസ് ഉണ്ട്.
മെയിനായിട്ട് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ചെറിയ. അപ്പം ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു ലെറ്റർ അയക്കുന്നുണ്ട്. ചെറിയ കടകളുണ്ട് നമുക്ക് പോകാനുള്ളത്. അങ്ങോട്ടാണ് നമ്മുടെ ഇതെന്താ പറയുക, ടീ ഫാക്ടറിയും കാര്യങ്ങളെല്ലാം അങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പോകാനുള്ളത് ഇങ്ങോട്ടാണ്. ഇപ്പോൾ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ വരണം അങ്ങോട്ടാണ്. എന്തായാലും നമ്മൾ വൈകിട്ട് ടീ ഫാക്ടറിയിൽ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണിക്കാം. നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നേരെ ആ വീടൊക്കെ വൃത്തിയാക്കി നമുക്ക് റെഡിയാക്കാനുണ്ട് കുറച്ച്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നേരെ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ അത്യാവശ്യം ആൾക്കാർ, ഒരുപാട് കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. പഴയ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളാണ്. അവർ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. കുറേ പേരൊക്കെ ഇവിടെ നിന്ന് പോയി. അങ്ങനെ പണ്ട് ഇവിടെ താമസിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർക്ക്. അപ്പം ഒരാൾ വരാനുണ്ട്. പുള്ളി ഇന്ന് താഴെ വീടാണ്. പുള്ളി അവിടെ ഇത്തിരി തിരക്കിലായതുകൊണ്ട് പുള്ളി വൈകിട്ടേ വരുള്ളൂ. അപ്പം പുള്ളി നമ്മളടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മേളിലെത്തി. പുള്ളിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവരുടെ പഴയ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അങ്ങോട്ട് നമുക്ക് ഒരുപാട് നമ്മൾ കാണുന്ന അവിടെ കാണുന്നുണ്ട്. അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. നേരെ നമ്മൾ ഞങ്ങെത്തണം. അവിടെ എത്തിയിട്ട് നമുക്ക് കുറേ പരിപാടികളുണ്ട്. റോഡിലൊക്കെ പശു അതൊക്കെ ഇങ്ങനെ അഴിച്ച് വിട്ടേക്കണം. അതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വീടുകളിൽ ചെന്നോളും. അതാണ് പ്രത്യേക ഒരു ഇതാണ്. ഇവിടുത്തെ ഒരു ക്ഷേത്രമുണ്ട്. ഇതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ക്രിസ്ത്യൻ പള്ളികളുണ്ട് ഇവിടെ. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ കുറേ തേയിലത്തോട്ടങ്ങൾ, പിന്നെ ടീ ഫാക്ടറികൾ. അതൊക്കെ ഒന്നും പ്രവർത്തനമില്ല, എല്ലാം പൂട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ വേറെ വെളിയിൽ നിന്ന് ആരെയും കയറ്റി വിടാത്ത. അതും അങ്ങനെ കുറേ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തു നിന്നുള്ള ആൾക്കാർ അങ്ങനെ അധികമായിട്ട് ഇവിടെ കയറ്റാറില്ല. പ്രത്യേകം പെർമിഷൻ എടുത്ത് വേണം ഇവിടെ കയറാൻ. നമ്മൾ അങ്ങനെ 2023 ഇതുപോലൊരു ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ് അടുത്ത ക്യാമ്പിലോട്ട് സെറ്റ് ആവുകയാണ്. ആ കഴിഞ്ഞ സമയത്തൊന്നും ഞാൻ അങ്ങനെ വ്ളോഗ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോഴാണ് വ്ളോഗ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ വ്ളോഗ് ചെയ്ത കൂട്ടത്തിൽ എന്തായാലും നമ്മൾ വന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. എല്ലാവരും പുറകെ വരുന്നതാണ്. ഞാനും പിന്നേതും കൂടെ ഫ്രണ്ടേ ഇങ്ങനെ പോവുകയാണ്. എനിക്ക് വന്ന ഒരു വഴിയൊക്കെ മുമ്പ് ഓർമ്മയുണ്ട്. അതിൽ നമ്മൾ കയറി വരെയാണ്. ഇപ്പം മുമ്പ് അല്ലട കഴിഞ്ഞപ്പോൾ ഇവിടെ റോഡൊന്നും റെഡി ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല നേരത്തെ നല്ല ഓഫ് റോഡൊക്കെ ആയിരുന്നു. ഇപ്പം അത്ര സീനില്ല. നല്ല സുഖമായിട്ട് കയറി വരാം. എന്തായാലും നമ്മളെ കൂടെ വരുന്ന രാജീവങ്ങളിലൊക്കെ കൂടുതൽ ഇവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓണക്കാടിൻ്റെ ചരിത്രങ്ങളെല്ലാം അവർക്കറിയാം. അവരെല്ലാവരും പറഞ്ഞു തരും. ആ വീഡിയോ എല്ലാം ഉൾപ്പെടുത്തുന്നത് നമ്മളാണ്. അടുത്ത ഒരു ചർച്ച കാണുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക ചർച്ചുകളും ക്ഷേത്രങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. മെയിനായിട്ടുള്ള കുറേ ചർച്ചുകളുണ്ട്, കുറേ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ കാണാം, നേരത്തെ നമ്മളവിടെ ഇതുപോലത്തെ റോഡായിരുന്നു. ഇപ്പോൾ കാറ് കുറേ ഭാഗത്തൊക്കെ കാറ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വ്യൂ നോക്ക്. നോക്ക് ആ ഭാഗത്ത് നമുക്ക് പേപ്പാറ ഡാമിൻ്റെ ഒരു വ്യൂ കാണുന്നുണ്ട്. ആ ഡാമിൻ്റെ വ്യൂ ആണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് തന്നെ. നമുക്ക് മേളിലോട്ട് പോയിട്ട് കറക്റ്റ് ആ വ്യൂ നമുക്ക് കാണിച്ചു തരാം. നമുക്ക് എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും അല്ലേ നല്ല അടിപൊളി വ്യൂ ആണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇങ്ങോട്ട് തിരിച്ചാലും നോക്ക് നല്ല ഭംഗിയാണ്. ഇങ്ങോട്ട് തിരിച്ചാലും അടിപൊളി കാഴ്ചകളാണ്. ഏത് ഭാഗത്തോട്ട് തിരിച്ചാലും സൂപ്പർ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ക്യാമറയെ കാണാനായിട്ട് ഇവിടെ നേരിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പം അതാണ് അവിടെ കണ്ട, അതാണ് വ്യൂ കണ്ടില്ലേ, അതാണ് സെറ്റ്. പേപ്പാറ ഡാമിൻ്റെ ആ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ് ഡാമിൻ്റെ ഭാഗങ്ങൾ. പേപ്പാറ ഡാമാണ് നമ്മളിപ്പോൾ കാണുന്നത്.
പക്ഷേ നല്ല വ്യൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഭാഗത്തോട്ട് പോകുമ്പോൾ നമുക്ക് കുരിശുമല, അതാണ് കുരിശുമല എന്ന് പറഞ്ഞ മല. അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. മൊത്തം തേയിലകളാണ്. സംഭവം തേയില ഫാക്ടറിയൊക്കെ പൂട്ടിക്കിടക്കുമ്പോൾ തേയിലയൊന്നും പറിക്കാറില്ല, അങ്ങനെ തേയില എന്നിട്ട് നുള്ളാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാട് പിടിച്ച് ഭയങ്കര മരമായിട്ട് കിടക്കുന്നത്. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഈ തേയിലയിലുള്ള തേയില മരമായിട്ടാണ് കാണുന്നത്. ബാക്കി കടന്നു പോയ തേയില ചെടിയായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ വരുമ്പോൾ തേയില മരമായിട്ടാണ് നിൽക്കുന്നത്. വെച്ചാൽ എടുക്കാറില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്താ കഞ്ചാവാണെന്ന് തോന്നുന്നു. അല്ല, എന്തൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, നമുക്കറിയത്തില്ല. ഇതൊക്കെയാണ് ഇവിടെയൊക്കെ ഇപ്പോൾ താമസമുണ്ട്. നമ്മൾ കുറേ വീടുകളിലൊക്കെ താമസമുണ്ട്, കുറേയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതുപോലൊരു വീട്ടിലാണ് നമ്മളും പോകുന്നത്. ചില വീടുകളിലൊക്കെ ആൾക്കാരുണ്ട്, ചിലവരൊക്കെ ഇവിടെ നിന്ന് ആൾക്കാർ താമസം മാറി പോയിട്ടുണ്ട്. എങ്കിലും ഒരു വല്ലപ്പോഴും ഇവിടെ വരും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ഫാക്ടറി കൂട്ടാനുള്ള സാഹചര്യവും പിന്നെ ഇവിടെ ഉള്ളവർക്ക് എന്തൊക്കെ സാലറി കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഇവരെ വീടിപ്പോഴും എത്ര വർഷമായിട്ട് ഇവരെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നത്. അതൊന്നും അങ്ങോട്ടൊക്കെ അത് അങ്ങോട്ടൊരു രക്ഷയില്ല. നമ്മൾ മുകളിലോട്ട് കയറുന്നതും തോറും ആ പേപ്പാറ ഡാമിൻ്റെ വ്യൂ നമുക്ക് കാണാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത ഇതാണ് കാറ്റ്. രക്ഷയില്ലാത്ത കാറ്റാണ്. ആ കാറ്റിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ക്യാമറയിൽ ഭയങ്കര കാറ്റാണ്. നമ്മൾ വന്ന റോഡ് കൊണ്ടാണ് ആ ജംഗ്ഷനിൽ നിന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റേയുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അവിടെ ഒരു ചെറിയ ബംഗ്ലാവുണ്ട്, ഒരു കുതിരത്തൊഴുത്തൊക്കെ ഉണ്ട്. പഴയ കാലത്താണ്, ഇപ്പോൾ ഇല്ല, അതൊന്നും പൊളിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ താമസിക്കാൻ പോകുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു ചെറിയൊരു കുരിശിൻ്റെ ഇതുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രാഹുലിനെ നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോ കണ്ടാൽ അറിയായിരിക്കും. അഭിനന്ദനുണ്ട്. ഇവരാണ് നേരത്തെ വന്നിട്ട് തിരിച്ചിറങ്ങി വന്നത് കാറിൽ. നമ്മളെ കാണാനില്ലാത്തതുകൊണ്ട് ഇവർ പേടിച്ചു പോയി, നമ്മളെ കാണാനില്ല. എന്നാൽ അത്രയും ആന ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ജസ്റ്റ് പേടിച്ചു പോയി. എന്ന് വെച്ചാൽ ഫോൺ വിളിക്കാനൊന്നും വേറെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളെ വാക്കി ടോക്കി ഉപയോഗിച്ചാണ് നമ്മളിഞ്ഞ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. വേറെ അങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ വന്നേക്കുന്ന പാത്രങ്ങളൊക്കെ കാണിച്ചു തരാം. എല്ലാ സൗകര്യത്തോടെയാണ് നമ്മൾ വന്നേക്കുന്നത്. ലൈറ്റ് വരെ നമ്മളെ കയ്യിലുണ്ട്. നിന്റെ നിക്കറത് ചിക്കൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ബിരിയാണിക്കുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. ചിക്കൻ ഉണ്ട്. ഇനി അതിനകത്തും കുറേ സാധനമുണ്ട്. എല്ലാം കൂടെ ചുമന്ന് ഇനി അകത്ത് മേളിൽ കൊണ്ടുപോകണം. അപ്പം ഇനി ഞാൻ നേരെ അതൊക്കെ എടുത്ത് മേളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് നമുക്കൊരു കേക്കുണ്ട് ക്രിസ്മസിന് വേണ്ടി. അപ്പം ഒരു കേക്ക് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എവിടെ റേഞ്ച് കിട്ടണല്ലോ അണ്ണാ? റേഞ്ച് ഒരു ഫോണിലും റേഞ്ച് കിട്ടണില്ല. ഞാൻ വിളിക്കാനും പറ്റില്ല ഗെയ്സ്. ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരെന്നെ അടിക്കും. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ പറക്കി മേളിലോട്ട് കൊണ്ടുപോകാണ്ട്. അതുകൊണ്ട് ഇവരെന്നെ മാരിപ്പറക്കിയിട്ട് അടിക്കും. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുക്കട്ട്. ഇനി വീഡിയോയിൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ ചുമക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വീട്, നമ്മൾ താമസിക്കാൻ വന്നേക്കുന്ന ആ വീട്. അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്കാണ് കിടന്നു തുടങ്ങി. അത് ക്ലീൻ ചെയ്യാണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ പരിപാടി ഇനി അതൊക്കെയാണ്. കൂട്ടി കിടക്കുകയാണ്. പാമ്പ് അതൊക്കെ ഉണ്ടെന്ന് അറിയാൻ വയ്യ. ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. പൊളിഞ്ഞ് കിടക്കുന്നൊരു പഴയ വീടാണ്, താമസമില്ല. പഴയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഫുള്ള് ഇവിടെ പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇതാണ് വീടിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഇല്ല ഒക്ടോബറാണ് ഇനി. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് എല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് രാത്രി കിടക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെയാണ്. ഇവിടെയും പുറത്തൊക്കെ ആയിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അല്ലേണ? നമ്മൾ ഇവിടെയും പുറത്തായിട്ടൊക്കെയല്ലേ കിടക്കണത്? അപ്പോൾ ഇനി നമുക്കുള്ള പരിപാടി ഇതാണ്. ഇനി വിറക് വെട്ടാനുണ്ട്, പിന്നെ ക്ലീനിങ് ഉണ്ട്, പിന്നെ കാട് പറിക്കാനുള്ള പരിപാടിയുണ്ട്. ഇപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് ഇനി മേളിലെത്തിയപ്പോൾ നല്ല തണുപ്പും ക്ലൈമറ്റുണ്ട്. നല്ല തണുത്ത ക്ലൈമറ്റാണ്. ഓരോരുത്തരായിട്ട് വരുന്നതോ കേക്കൊക്കെ ആയിട്ട് ദിനോണം വരുന്നുണ്ട്. കോഴിമുട്ട ഉണ്ട്. കോഴിമുട്ട നമ്മൾ ഇല്ല, എല്ലാവരും ഉണ്ട്. ഇന്ന് എല്ലാവരും സെറ്റാണ്. ഇന്ന് ഇനി നമ്മുടെ പരിപാടി എന്താണ്? പാചകം, ക്ലീനിങ്. രാജീവണ്ണ, ഇത് പണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ താമസിച്ചിരുന്ന ആ ബിൽഡിങ്ങുകളല്ലേ ഇത്? പഴയ ഒരു 5-6 കുടുംബക്കാർക്ക് താമസിക്കാൻ. നിങ്ങൾ എത്ര വയസ്സിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? ഞാൻ ഒരു 10 വയസ്സിലൊക്കെ രാജീവണ്ണ ഉണ്ടായിരുന്നു ഇവിടെ. 10-15 വർഷം കഴിഞ്ഞു. വലിയ കമ്പനിയായിരുന്നു. അതാണ് അടിപൊളി കമ്പനി. ഇതൊക്കെ പഴയ വീടുകളായിരുന്നു. ഒക്കെ പൊളിഞ്ഞു പോയി. ഇവിടെ നിന്നൊക്കെ താമസമൊക്കെ ആൾക്കാർ മാറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കാട് നല്ല
ഇതാണ് നമുക്ക് കുടിവെള്ളത്തിനായിട്ടുള്ളതും പാചകത്തിനായിട്ടുള്ള വെള്ളം, നല്ല തണുത്ത വെള്ളം. ഇത് എവിടെ നിന്നാണ് പറഞ്ഞത്? ആറ്റിൽ നിന്ന് പൈപ്പ് ഇത് കണക്ട് ചെയ്ത്, മലയിൽ നിന്ന് പൈപ്പ് കണക്ട് ചെയ്ത് മേളിലൊരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ നിന്നാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഫുൾ ടൈം ഇതിനകത്ത് വെള്ളം കാണും. ഓട് കഴിഞ്ഞ പ്രാവശ്യം വിനാഗിരി തലയിൽ വീണ ഓട്. അത് തന്നെ, കഴിഞ്ഞ നമ്മൾ വന്നപ്പോൾ ഈ ഓടൊക്കെ തലയിൽ ഒരുത്തൻ്റെ തലയിൽ വീണായിരുന്നു. അപ്പോൾ അതൊക്കെ അതുപോലെ ഇത്തിരി കൂടെ പൊളിഞ്ഞ് പോയിട്ടുണ്ടല്ലേ? കുറച്ചും കൂടെ ഒന്ന് ശോചനീയാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ ഇത്ര കുഴപ്പമില്ലായിരുന്നു, ഡോറൊക്കെ പൊളിഞ്ഞ് പോകാറായിട്ടുണ്ട്. പഴയൊരു വീടാണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ താമസവും കാര്യങ്ങളെല്ലാം എവിടെയാണ് ഫുള്ള് ക്ലീൻ ആക്കുന്നുണ്ട്. പാമ്പാ ഇതൊക്കെ ഉണ്ട്, പെരുമ്പാമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ല. കഴിഞ്ഞ പെരുമ്പാമ്പൊക്കെ അപ്പുറത്തുണ്ടായിരുന്നു. അതിനെയൊക്കെ മൊത്തം ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇറച്ചി ചെയ്യുന്ന പരിപാടി, ഒരു സൈഡിൽ പാചകത്തിന്റെ പരിപാടികളൊക്കെ കിടക്കുന്ന കണ്ണുണ്ട്, ദീനോണ്ട് അവരൊക്കെയാണ് പരിപാടി. ഇറച്ചി കഴുകി ഇനി ബിരിയാണി എന്താണ് ഇന്നത്തെ സാധനം എന്താണ്? ഫുഡ് ഇന്ന് നമുക്ക് ദം ബിരിയാണി ചിക്കൻ ദം ബിരിയാണിയുള്ള പരിപാടിയാണ്. എല്ലാവരും ഉണ്ട്, അടിച്ച് പൊളിയാണ് ഇവിടെ നിന്ന്. ഒരു സൈഡിൽ ഇതാ നമ്മൾ ക്ലീനിങ് പരിപാടി ഇടയ്ക്കാണ്. അപ്പോൾ ഏകദേശം കുറേയൊക്കെ നമ്മൾ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഈ വീട്ടിൻ്റെ രാവിലെ നമ്മൾ വീടിൻ്റെ അകത്തുനിന്നാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. വീടിൻ്റെ അവിടെ നോക്കണ വ്യൂ ഉണ്ടോ? നല്ലൊരു കാറ്റടിക്കുന്നുണ്ടോ? മെയിൻ സംഭവം ഇവിടുത്തെ കാറ്റ്. ഇവിടുത്തെ അല്ലേ രാജേണ്ണ, ഇവിടുത്തെ മെയിനൊരു സാധനമാണ് കാറ്റ്. ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു ഭംഗിയും രസവും, ആ സൗണ്ടൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. അത് തന്നെ നല്ല. ഇപ്പം നമുക്ക് തോന്നുമ്പോൾ വെയിലാണെന്ന് തോന്നും, പക്ഷേ വെയിലാണെങ്കിലും അതിന് അതേപോലെ നമുക്ക് തണുപ്പ് വന്നാൽ നമ്മൾ ഇത്രയും ജോലി ചെയ്തിട്ട് നമ്മൾ വിയർത്ത പോലുമില്ല ഇത്രയായിട്ട്. വെട്ടിക്കളക്കി അകത്ത് വൃത്തിയാക്കും. ഇനി നമുക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ട്. നമ്മൾ എവിടെയാണ് പോണത്? പോസ്റ്റ് ഓഫീസിൽ. ഇവിടെ ബോണക്കാട് സ്പെഷ്യൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ പോസ്റ്റ് ഓഫീസിലുണ്ട്. അപ്പോൾ നമ്മളവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട 2-3 പേർക്ക് ലെറ്റർ അയക്കാൻ പോയാണ്. ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സ് കിട്ടൂലെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് അടിക്കും അല്ലേ? തീർച്ചയായും അവർക്ക് നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി 2 പോസ്റ്റ് അയക്കാൻ പോവുകയാണ് നമ്മൾ ഇവിടെ നിന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോവുകയാണ്. ഇവിടെ പാചകം കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴെ പോകുന്നു, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇനി നമുക്ക് റേഞ്ചും കാര്യങ്ങളില്ല. അപ്പോൾ നമ്മളെ മെയിൻ സാധനം എടുത്തിട്ടുണ്ട്. നമ്മൾ താഴോട്ട് പോവുകയാണ്. നമ്മൾ എന്നോട് താഴോട്ട് പോകണമെങ്കിൽ ഇനി റേഞ്ച് കിട്ടില്ല. അപ്പോൾ താഴെ 4 കിലോമീറ്റർ വരെ റേഞ്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് താഴെ പോയിട്ട് ഇവരുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ ഈ സാധനം മാത്രമേ ഉള്ളൂ. ഒരെണ്ണം നമ്മളിവിടെ വെച്ചിട്ട് പോകും, ഒരെണ്ണം നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിലോട്ട് പോവുകയാണ്. അപ്പം ബാക്കി അങ്ങോട്ട് താഴോട്ടൊക്കെ പോയി കാണിച്ചു തരാം. നമുക്ക് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതാ മേളിൽ നിന്ന് അവർ ഓരോന്ന് ഇങ്ങനെ നമ്മളെ വാക്കി ടോക്കിൽ സംസാരിച്ച് പറയുന്നുണ്ട്. ഇതാണ് നമ്മളതാ അവിടെ നിന്ന് ഇനി ഇറങ്ങിയിട്ടും നമുക്കിതിന് റേഞ്ച് കിട്ടുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഉപയോഗപ്പെട്ടിട്ടുണ്ട് റേഞ്ച് ഇല്ലാത്തടത്ത്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ട് ഇതാ ഫോണിന് നോക്കേ വേണ്ട, ഫോണിന് ഒരു വോഡാഫോണിനും ഇല്ല, ജിയോയ്ക്ക് എനിക്കൊന്ന് BSNL മാത്രം. അപ്പോൾ BSNL കണക്ഷനുള്ള ആരും ഇല്ല, 1-2 പേരെ കണ്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഇനി ഫുള്ള് ഇതിനകത്താണ് നമ്മളിനി കമ്മ്യൂണിക്കേഷൻ. പുറത്തോട്ടൊക്കെ നമ്മൾ ടീം സ്പ്ലിറ്റ് ആയിട്ട് പോകുമ്പോഴൊക്കെ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ആ ഭാഗത്താണ് നമ്മളെ വീട് വരുന്നത്. നമ്മൾ ഏകദേശം ഇനി വീണ്ടും താഴെ എത്തിയിട്ടുണ്ട്, ജംഗ്ഷനിലെത്തി. അപ്പോൾ ഇതാണ് ബോണക്കാട് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു നമ്മൾ ലെറ്റർ കാർഡ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ബോണക്കാടിൻ്റെ ഇത്. നമ്മളിവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട 2-3 പേര് കല്യാണം ഇഷ്ടപ്പെട്ട ആർക്കും ഗ്രീറ്റിംഗ്സ് ഒന്നും അയക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാ എന്താ പറയുക വാട്സാപ്പിൽ അല്ലേ, വാട്സാപ്പിൽ എല്ലാവർക്കും വാട്സാപ്പിൽ ഒരു ഇതായിരിക്കും. പക്ഷെ നമ്മളൊരു വെറൈറ്റി പിടിക്കുകയാണ്. നമ്മളിത് അവിടെ നിന്നൊരു പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടെ നിന്നൊരു പോസ്റ്റ് അയക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ പറയുന്നില്ല, അതൊക്കെ പിന്നെ പറയാം നമ്മൾ. അപ്പം നമ്മൾ പോസ്റ്റ് കാർഡ് എഴുതി റെഡി ആക്കിയിട്ടുണ്ട്. ആൾക്കാരതൊന്നും കാണിക്കില്ല ഞാൻ ആരാണെന്ന്. അപ്പം ഞാനിത് ഇതിനകത്ത് ഇടയാണ്, പോസ്റ്റ് ചെയ്യാണ്. 3 പേർക്കുണ്ട്. 3 പേർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട 3 പേർക്കാണ് അല്ലേ അണ്ണാ? തീർച്ചയായും. അപ്പം ഇനി നമ്മൾ വീണ്ടും നമ്മളെ സ്വർഗത്തിലേക്ക് വീണ്ടും പോവുകയാണ്. ഇതും മോതാണ് KSRTC ബസ്സുണ്ട്, ഇവിടെ നിന്ന് പോകുന്ന ബസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇവിടെ വരണവരൊക്കെ കൂടുതലും അതിനകത്ത് വരണം. ഇങ്ങനെ നമ്മളെ പ്രൈവറ്റ് വണ്ടിയിൽ വേണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണം, എന്നിട്ട് നമുക്കിവിടെ കയറി വരത്തുള്ളൂ. നമ്മൾ ഈ ബോണക്കാട് അഗസ്ത്യകുളത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഉള്ളത്. ആ ഭാഗത്തോട്ട് പോകുന്നതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. അപ്പം നമ്മൾ വീണ്ടും നമ്മളെ സങ്കേതത്തിലേക്ക് പോവുകയാണ് അല്ലേ അണ്ണാ? ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷം കാണാം. അപ്പോൾ നമ്മൾ പോയിട്ട് വന്നപ്പോൾ ഇവിടെ പാചകത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരോ ജോലിയിൽ ഇങ്ങനെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച്
ഇവിടെ ജുനൈദ് കുക്കിങ് സംസാരിക്കില്ലേ ജുനൈദ് കുക്കിങ് എല്ലാമാണ്. ഇപ്പോൾ പാചകം കാര്യങ്ങളൊക്കെ ചിക്കൻ പൊരിക്കുന്നുണ്ട്, ഒരു കുക്ക് കൂടെ ഉണ്ട്. അപ്പോൾ ക്യാമറയൊക്കെ തൂക്കിയിടുന്ന വീഡിയോ മാത്രം എടുക്കണമെന്ന് പരാതി പറഞ്ഞ് എനിക്കൊരു ജോലി തന്നിട്ടുണ്ട്. ഇതാ ഉള്ളി സവാളയൊക്കെ തൊലിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാനും രാഹുലും കൂടെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനിലാണ്. അരച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ണണ്ണ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ ഷെഫാണ് കേട്ടോ കണ്ണണ്ണ. നമ്മളെ കണ്ണണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണണ്ണ നമുക്ക് കിടിലം ഫുഡൊക്കെ ഉണ്ടാക്കി തരാന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കി. കാരണം നമ്മളെ റിസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല അരപ്പൊക്കെ ഉള്ള ഒരു പയ്യനാണ്. നമ്മളെ കിടിലം നമ്മളെ ബ്ലോഗർ കേട്ടോ. ഈ പുള്ളിയാണ് എപ്പോഴും നമ്മളെ വീഡിയോ എടുക്കൽ മാത്രമേ ഉള്ളൂ, സ്ക്രീനിൽ വരാറില്ല, വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ. ഇപ്പൊ ഞാനായിട്ട് എടുത്തോണ്ട് വന്നേക്കണേണ്. പുള്ളി നല്ല അരപ്പൊക്കെയാണ് കേട്ടോ. നല്ല അമ്മിക്കല്ലിന്റെ കരച്ചാണ് നമുക്കിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത്. നമ്മളെ ബാക്കി ടീമുകളൊക്കെ ഉണ്ട്. ടീമുകളൊക്കെ ബാക്കിൽ കറങ്ങാനൊക്കെ പോയിരിക്കുന്നത്. ഇതാണ് നമ്മളെ വീട് കേട്ടോ. അത് നമ്മളെ കിണ്ണ നമ്മളിവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യണത്. ഒരു പണ്ടത്തെ TV ഒക്കെ ഇരിപ്പുണ്ട്. നല്ല കിടിലം നല്ല ക്ലൈമറ്റ് ഒക്കെ ഉണ്ട്. രാത്രി ആകുമ്പോഴത്തേക്കും കൂടെ കളറാവുമെന്നാണ് നമ്മളെ റിസാഖ് പറയണത്. റിസാഖ് മുമ്പ് ഇവിടെ താമസിച്ചൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. രാത്രി അടിപൊളിയാണ്. നമുക്ക് തണുപ്പില്ലേ? നല്ല തണുപ്പ്, ചെറിയൊരു തണുപ്പ്, വെയിലായിട്ടൊരു തണുപ്പില്ലേ? ഈ തണുപ്പങ്ങ് മാറി സെറ്റ് തണുപ്പാവും. പിന്നെ നമ്മള് എന്താ പറയാ ജാക്കറ്റ് കിട്ടേ നിക്കത്തുള്ളൂ. അങ്ങനെ റിസാഖൊക്കെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തോട്ടോ ഞാൻ ഇപ്പൊ വന്നേ ഉള്ളു. ഞാൻ വന്നിട്ട് ഒരു വർഷം ആവാൻ പോണേ ഉള്ളു. അതുകൊണ്ട് നമ്മളിന്ന് എന്റെ ആദ്യത്തെ നമുക്ക് ഇന്ന് കണ്ടാ നമ്മളെ കടയിൽ വന്നിട്ട് ഇന്ന് ഒരു വർഷം ആവാൻ പോയാണ്. ഒരു വർഷം ആവാൻ പോണ്. അങ്ങനെ ഒരു സാധനം. അതെ തന്നെ, നമ്മൾ അതിന്റെ ഒരു പാർട്ടിയും കൂടെ ആയിട്ടാണ് വന്നേക്കുന്നത്. രാവിലെ ഇപ്പം വന്നിട്ട് ഒരു വർഷമായി നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മളെ ജുനൈദിന്റെ കടയിൽ സ്റ്റാഫായിട്ട് ജുനൈദിന്റെ ഓൾ പരിപാടി രാഹുലാണ് ഇപ്പൊ. ഇപ്പം ഇതൊക്കെയാണ് ഓണക്കാട് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ വൈബ്. പാചകം, ഡാൻസ്, ബഹളം. പഴയ അടുക്കളയൊക്കെ വെച്ച കുന്ന സാധനങ്ങളും പഴയ പണ്ട് അവർ താമസിച്ചിരുന്ന അടുക്കളയാണ്. നമ്മൾ നേരത്തെ കാണിച്ച മാമന്റെ വീടായിരുന്നു പഴയ. അപ്പൊ അവരിവിടെ നിന്നൊക്കെ മാറി താമസമായി. നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഇപ്പം നമ്മളിത് സെറ്റായിട്ടുണ്ട്. നേരെ നമുക്കിനി ബിരിയാണി ഉണ്ടാക്കുന്ന അവരവിടെ കൊണ്ടുകൊടുക്കാം. നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി ഉള്ളിയും സവാളയും പച്ചമുളക്, ഇഞ്ചി, പിന്നെ തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി എടുത്തുന്ന ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ആദ്യം അല്ലേ ഹാഫ് ഫ്രൈ ചെയ്തായിരുന്നല്ലേ? ചിക്കൻ ഹാഫ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബോയിലായിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട് ചിക്കനാണ്. ചിക്കൻ ഹാഫ് ബോയിലായിട്ട് വെച്ചേക്കാണ്. അതുകൊണ്ട് ഒരുത്തൻ നമ്മളെ ഇത് തപ്പി നടക്കുന്നുണ്ട്. ഒരുത്തൻ അവൻ നമ്മള് പാചകം കഴിഞ്ഞിട്ട് അവന് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഷെഫ് എത്തിയിട്ടുണ്ട്. എന്താണ് കാട്ടില്ലാത്ത അറിവ്. പിന്നെ പഴയ നമ്മളെ സിസ്റ്റർ അമ്മിക്കല്ല് അരച്ച് നമ്മള് തല്ലി വെച്ചതൊക്കെ ഇതൊക്കെ തല്ലിയത്, വെളുത്തുള്ളി എല്ലാം തല്ലിയത് പഴയ അമ്മിക്കല്ലിലാണ് തല്ലിയത്. അതും ഇത്രയും വർഷം എനിക്കൊന്നും ഇവിടെ 10-100 വർഷം ഞങ്ങൾ പഴക്കമുള്ളതാണ്. അരച്ചതിനകത്ത് ഇറങ്ങുന്ന പഴയ അമ്മിക്കല്ലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ കല്ലില് കൊത്തിയെടുത്ത സാധനം. അങ്ങനെ തമ്മിക്കല്ലാണ്. നമ്മൾ നേരത്തെ അതിലാണ് നമ്മൾ നേരത്തെ ഇത് ചതയ്ക്കുന്നത് കാണിച്ചത്. അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞോളാം. നമ്മളെ പയ്യന്മാരെ കൂടെ നമ്മുടെ നാടൻ റെസിപ്പിയാണ് ഇതുള്ളത്. നമുക്ക് നമ്മളെ ഉള്ളി, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ മസാല ഉണ്ടാക്കുന്നു. മുളക് പൊടി, നമ്മളെ പെരിഞ്ജീരകം, പട്ട, ഏലക്ക എല്ലാം ഇട്ട് ഉണ്ടാക്കി നമ്മൾ സ്വന്തം ഉണ്ടാക്കിയൊരു മസാല. ആ മസാല ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്ന അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ പട്ട, ഏലക്ക, ഗ്രാമ്പു എല്ലാം നമുക്ക് നമ്മുടെ ഈ സാധാരണ മസാലയ്ക്കകത്ത് അത്രയും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അതിനായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മസാല പ്രത്യേകം വാങ്ങിച്ചിട്ട് നമ്മളതിനെ ഒന്ന് ചതച്ചെടുത്ത് ആണ് നമ്മൾ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബിരിയാണിക്ക് എടുക്കാനായാലും നമ്മൾ ചിക്കൻ എടുക്കാനായിട്ടാലും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കുറെ കരിവേപ്പില കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്നുള്ള ഇവിടെ തന്നെ നാടൻ കറിവേപ്പില തന്നെ ഒരു വിഷാംശം ഇല്ലാത്ത കറിവേപ്പില അതിന്റെ പ്രത്യേകത. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ദിവസം ഫുള്ള് റേഞ്ച് ഇല്ല. നമുക്ക് ഒരു ദിവസം ഒരു നിമിഷം നമുക്ക് ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റോ മൊബൈൽ ഫോണോ ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള കാലത്ത് നമുക്ക് ഇന്റർനെറ്റും ഇല്ല, ഒന്നുമില്ല, മൊബൈൽ ഫോണും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ ഏകദേശം ഒരു 24 മണിക്കൂർ സമയത്തോളം നമ്മളിവിടെ ചെലവഴിക്കാൻ പോകുന്നത്. കാര്യം ഒന്നും അറിയാൻ പറ്റില്ല, ഒരു പുറലോകത്തൊരു ബന്ധമില്ലാത്ത അവസ്ഥയാണ്. അപ്പം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള യാത്രയാണ് ക്യാമ്പിങ് ഇവിടുത്തെ. അത് യാത്ര തന്നെ കാട്ടുമൃഗങ്ങളും കാട്ടരുവികളും എല്ലാം കൊണ്ട് വളരെ മനോഹരമായ ഒരു, അതായത് നമ്മൾ ഇപ്പം അഗസ്ത്യകൂടത്തിന്റെ ഒരു അടിവാരമാണ്. ഇവിടുത്തെ അക്കരെ മലയെന്ന് പറഞ്ഞാൽ അഗസ്ത്യവാരം, അങ്ങോട്ടൊന്നും കയറാൻ പെർമിഷൻ ഇല്ല.
അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ നമുക്ക് വേറെ ദിവസം പോകണം വീഡിയോ. നമുക്ക് അതിന്റെ ഈ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന തന്നെ ഈ വക്കി ടോക്കി ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഇതിട്ടാണ്, വക്കി ടോക്കി ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് ആകെ നിവൃത്തി, ഇത് മാത്രമേ ഉള്ളൂ. അത് പുറത്തോട്ട് നോക്കൂല, ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഒരു സംവിധാനം മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ വേറെ ഇഞ്ചി വേണ്ടിട്ട് ഇഞ്ചി അടുത്ത ചിക്കൻ്റെ ചല്ലിയ ഇഞ്ചി അങ്ങോട്ട് ഇടണേ. ഇഞ്ചി ഇഞ്ചി ചല്ലിയ ഇഞ്ചി അങ്ങ് ഇടുകയാണ്. അപ്പൊ സംഭവം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലെങ്കിലും ഇതുപോലെ അല്ലാണ് സ്ഥലത്ത് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് നമ്മൾ ഇന്റർനെറ്റ് ഒന്നും ഉപയോഗിക്കാതെ. എന്റെ അഭിപ്രായം നമ്മളെല്ലാവരും ബിസിനസ്സുകാരാണ്. നമ്മൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഓവർ ടെൻഷൻ, ഹൈപ്പർ ബി പി, മറ്റു എല്ലാ പ്രശ്നമുള്ള ഉണ്ടാകുന്ന ആൾക്കാരാണ്. നമ്മളൊരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണോ ഒരു റേഞ്ചും ഇല്ലാത്ത സ്ഥലത്ത്, എന്റെ അഭിപ്രായം പറയാണ്, ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് ഒരു റേഞ്ചും ഇല്ല, മൊബൈൽ ഫോണും ഇല്ല, ഒന്നുമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഒരു ദിവസം ഫുള്ള് ഒരു ദിവസം കഴിയുന്നത് വളരെ നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആവാനും എല്ലാത്തിനും വളരെ നല്ലൊരു കാര്യമാണ്. ഇവിടെ ഇനി നമുക്ക് ഇടാനുള്ള പച്ചവളം ഇതിന്റെ സെറ്റപ്പാണ്. അപ്പൊ നമ്മളെ നേരത്തെ കറങ്ങാൻ പോയ ടീമുകളെല്ലാം തിരിച്ചു വന്നിട്ട് രാജീവ് എന്തൊരു ഇത് കാട്ടുപോവാണ്. അപ്പൊ പൂവും കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങള് കുളിക്കാൻ പോയതാ? കുളിക്കാനല്ല, അപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകും. കണ്ണൻ വെള്ളം കുടിച്ചാണ്. എല്ലാരും ഇവിടെ ഉണ്ട്. ഒരു സൈഡിൽ പാചകം നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ വേറെ പ്രത്യേകത നമ്മള് മിനറൽ വാട്ടർ കൊണ്ടുവന്ന് കഴിഞ്ഞ്. മിനറൽ വാട്ടർ എന്ന് പറയുന്നത് ഇതാണ് മിനറൽ വാട്ടർ. ഏറ്റവും കൂടുതൽ മിനറൽ ഉള്ള വാട്ടർ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് കിട്ടുന്ന ഒരു വെള്ളത്തിലും ഇത്രയും മിനറൽ ഉണ്ടാവില്ല. ഇത് താഴെടുത്തത് നമുക്കിവിടെ കുടിക്കാൻ പറഞ്ഞ വെള്ളം അതാണോ? നമ്മൾ ഇന്നത്തെ പാചകത്തിൽ ഫുള്ള് എടുത്ത വെള്ളവും കുടിക്കാനും എല്ലാം എടുത്ത വെള്ളം ഇതാണ്. നല്ല ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ള ആയുർവേദ ഗുണങ്ങളുള്ള ഒരുപാട് പച്ചമരുന്നുകൾ കൂടി ഒഴുകി വന്ന നല്ല ശുദ്ധമായ വെള്ളമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. നമ്മളെ തൊടിയിൽ പോയി പച്ചിക്ക് കൊണ്ടുവന്ന നല്ല നാടൻ കറിവേപ്പിലയാണ്. ഒരു വിഷാംശങ്ങളും നമ്മുടെ നാട്ടിലേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വളമിട്ട് വളർത്തിയില്ലെങ്കിലും അപ്പുറത്ത് ഇപ്പുറത്തുള്ള പുരടത്തില് രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വളം ഇതിലുണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ വനത്തിനകത്ത് ഉള്ള എസ്റ്റേറ്റ് ആണ്, ഒരു കെമിക്കലും ഇല്ല. നല്ല ശുദ്ധമായ കറിവേപ്പിലയാണ്. നല്ല മണം കണ്ട, നല്ല മണമുള്ള കറിവേപ്പിലയാണ്. ഇത് നമ്മൾ കുറച്ച് പിച്ചി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വെച്ചേക്കാൻ ലാസ്റ്റ് ഈ കറി പാചകമായതിനു ശേഷം നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കാം. ഒരു കൊണ്ടുകൂടെ എടുക്കാം. ഇപ്പം ചിക്കൻ കറിയുടെ പരിപാടികളൊക്കെ അതാ ദിനോണവും നമ്മളെ കണ്ണൻ ചേട്ടനും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ ഏകദേശം നമ്മുടെ പരുവം ഏകദേശം ഫൈനൽ ഘട്ടത്തിലോട്ട് നമ്മൾ ഡ്രൈ ആണ്. നമ്മളെ ഫ്രൈ ആക്കിയിട്ടുള്ളത് നമ്മളിവിടത്തെ വെള്ളം അല്ലാണ് ചൂടാവാത്ത സമയം എടുക്കും. നല്ല തണുപ്പാണ്. നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടാണ് നമ്മൾ വീട്ടിലായാലും നമ്മൾ വെള്ളം തിളപ്പിച്ച് വെള്ളം ഒഴിക്കാറുള്ളൂ. ഇവിടത്തെ വെള്ളത്തിൽ ചൂടാവാത്ത സമയം എടുക്കും. നല്ല തണുപ്പുണ്ട്. അതായത് നമ്മൾ നേരത്തെ കാണിച്ച പൈപ്പ് എന്നൊക്കെ പറയണത് അരുവിയിൽ നിന്ന് കണക്ട് ചെയ്ത് ഇവിടെ ടാങ്ക് വെച്ചിട്ട് അതല്ല മോട്ടറിന് അടിച്ച് വയ്ക്കുന്ന ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം അല്ല ഇവിടെ. അതാണ് പ്രത്യേകത. ഇതാണ് അരുവികൾ എന്ന് പറയുന്ന വെള്ളത്തിന്റെ പൈപ്പ്. വെള്ളത്തിന് കട്ടി ഒട്ടുമില്ല. നമ്മൾ ആ വെള്ളം കുടിക്കാൻ നമുക്കറിയാം. നമ്മള് കുടിക്കുന്ന വെള്ളത്തിന് തീരെ നൈസായിട്ടുള്ള വെള്ളമാണ്, കട്ടിയില്ല. ഡെസിലിറ്റി ഒക്കെ ഒരാഴ്ച എനിക്ക് 30-40 വരത്തുള്ളൂ. ശരിക്കും മിനറൽ വാട്ടർ ഇതാണ് അല്ലേ? ശരിക്കും മിനറൽ വാട്ടർ, എല്ലാ മിനറൽസും ഉള്ള വാട്ടർ ഇതാണ്. ശരിക്കും ഇതാണ് നമ്മള് പാചകം ചെയ്യുന്നതിന്റെ ആ ഓപ്പോസിറ്റ് നമുക്കൊരു മലയാണ് കാണുന്നത്. ജുനൈദൊക്കെ ഇരിക്കുന്നതിന്റെ പിറകെ സൈഡിലൊക്കെ നല്ല ഒരു മല നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഏത് സൈഡിലോട്ട് നോക്കിയാലും നമ്മൾ ക്യാമറ നോക്കിയാലും അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമ്മളിവിടുത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നേരെ ഇവിടെ ഒരു ചെറിയ വാട്ടർ ഫാൾസ് ഉണ്ട്. അവിടെ നമ്മളെല്ലാവരും ഇവിടെ നടന്ന് പോയി കുളിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററോളം നടക്കാറുണ്ട്. നമ്മളെ ടീ ഫാക്ടറിയുടെ അടുത്താണ് അത്. അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ്. അപ്പം വൈകുന്നേരം ആയപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട്. എല്ലാവരും ഇതാ പോവുകയാണ്. നമ്മളെല്ലാ ടീംസുമായിട്ട് ഇതാ ഇറങ്ങി പോവുകയാണ്. ഇവിടെ നിൽക്കുമ്പോഴൊരു വ്യൂ ആണ് വൈകുന്നേരം. നേരത്തെ നമ്മളിവിടെയാണ് വണ്ടിയൊക്കെ ഇട്ടിട്ട് കയറി മേലോട്ട് പോയത്. ആ ഭാഗത്ത് പേപ്പാർ ഡാമിൻ്റെ വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ പേപ്പാർ ഡാമിൻ്റെ ഒരു വ്യൂ കാണുന്നുണ്ട്. അടാ ആ ഭാഗത്ത് കണ്ടോ? നടന്നു പോവാ. കാറ് വേണ്ട വണ്ടിയൊന്നും വേണ്ട, നടന്നു പോവാം.
അപ്പൊ നടന്നു പോവാം. ഓക്കെ അപ്പൊ വണ്ടി അപ്പൊ നടന്നു പോകണ്ട, കാറിൽ പോവാന്ന. അപ്പൊ കാറിൽ തീരുമാനം മാറ്റിയിട്ടുണ്ട്, കാറിൽ പോവാന്ന് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ കാണുന്ന ഒരു വൈകുന്നേരം 5 മണിക്ക് ഒരു കാഴ്ചയാണ് കാണുന്നത്. പേപ്പാറ ഡാം സമയമായിട്ടുണ്ട്. ഒരു 5 മണി ആയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടല്ലോ, അടിപൊളി തണുപ്പ്, സൂപ്പർ തണുപ്പ്. ഇനി നമ്മൾ നേരെ പറഞ്ഞ കണക്ക് കുളിക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ്. നേരെ ഇനി താഴെ പോയി കുളിച്ചിട്ട് തിരിച്ചു വരാണ്. അപ്പോൾ നടന്നു പോകാമെന്ന് തീരുമാനിച്ചാണ്. അപ്പം നമ്മൾ തിരിച്ചെത്തുമ്പോൾ ലേറ്റാവും. അതുകൊണ്ട് നമ്മൾ ബൈക്കിനും കാറിലായിട്ടൊക്കെ വീണ്ടും താഴോട്ട് പോവുകയാണ്. വൈകുന്നേരത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. ചെറിയൊരു ഇളം വെയിലും തണുപ്പും കാണാൻ അടിപൊളി കാഴ്ചകളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി പോകുന്നത് നേരെ ടീ ഫാക്ടറിയുടെ ആ ഭാഗത്തോട്ടൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ടീ ഫാക്ടറി വരുന്നത്. പഴയ ബോണക്കാട് എസ്റ്റേറ്റിലെ ടീ ഫാക്ടറി. വലിയൊരു പ്രൗഢിയായിരുന്നു കാണാൻ. ഇതിനകത്തൊക്കെ ഇപ്പോഴും കുറേ മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അകത്തോട്ട് അങ്ങനെ കയറി വീഡിയോ എടുക്കാനുള്ള ഇതൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് അകത്തൊക്കെ ഒരുപാട് പഴയ മെഷീൻസാണ്. പഴയ നല്ല വർഷങ്ങളോളം പഴക്കമുള്ള വലിയ വലിയ മെഷീൻസാണ് അകത്തുള്ളത്. അപ്പം നമ്മൾ കുളിക്കാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് വെളിയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ ആ ഭാഗത്തൊക്കെ പോയാണ് കുളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും സെറ്റാണ്. അപ്പം ഇവിടെയൊക്കെ വേറെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവരെ ശല്യം ചെയ്യാതെ നേരെ മുകളിൽ പോവുകയാണ്. അപ്പം മുകളിൽ പോയാണ് നമ്മൾ കുളി. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ഉണ്ട്. നേരെ പാലത്തിൽ കൂടെ കയറി നടന്ന് നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഇപ്പം അവിടെ ഇത് അരുവിയിൽ നിന്ന് മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ്. നല്ല ഫ്രഷായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരുപാട് മിനറൽസ് ഒക്കെ ഉള്ളൊരു വെള്ളമാണ് മലയുടെ മോളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കുളിച്ചിട്ട് ഇനി വീണ്ടും മേളിലേക്ക് പോയി ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യാണ്ട്. ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ ആയി. അപ്പോൾ നമ്മളെ ഓരോ ടീമുകളെ ഈ കുളിയോടെ ഈ രാജ്യമുണ്ടൊക്കെ തകർക്കാണ്. ഇവിടെ സംഭവമാണ്. ഞാനിപ്പോൾ ഇറങ്ങാൻ പോകുന്നു. നേരെ കുളിക്കാൻ വേണ്ടി നേരെ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ തന്നെ കണ്ട് നമ്മൾ കുറേ നേരം ഇങ്ങനെ നിന്ന് പോവുകയാണ്. കുളിക്കാനുള്ളതൊക്കെ മറന്നുപോയി. എന്ന് വെച്ചാൽ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലം. നോക്കിയേ, അടിപൊളിയായി പ്ലേസായത്. അപ്പോൾ താഴെയൊക്കെ കാണിച്ചു തരാൻ കുളിക്കാൻ പോകുന്ന സ്ഥലമൊക്കെ. അങ്ങോട്ടൊക്കെ സീനൊക്കെ നോക്കി അടിപൊളിയാണ്. ഇവിടെ ഒരാൾ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ രാജീവുണ്ട്. അണ്ണാ ഒന്നുകൂടെ ആ ഡാൻസ് കളിക്കുമണ്ണ. അണ്ണാ പഴയ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി ആ ഡാൻസ് ഒന്ന് കളിക്കുമണ്ണ. അപ്പം നമ്മളെ നേരത്തെ ആൾക്കാർ നേരത്തെ തന്നെ വീണ്ടും പോയി കുളിക്കണം. അവിടെയാണ് കുളിക്കാൻ രസം. അപ്പോൾ നമ്മളവിടെ നിന്ന് കയറി കുളിച്ചിട്ട് ഇപ്പം പോയ സ്ഥലത്തുനിന്ന് കുളിച്ചിട്ട് നേരെ ഇവിടെ വരെയാണ്. ഇതാ അവിടെ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ചെറിയൊരു വാട്ടർ ഫാൾസ് ഉണ്ട്. അതെ, അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കണക്കുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ അങ്ങ് പോയി. ഇത് ഇവിടെ കണ്ട നമുക്ക് ഒരുപാട് ഇടിഞ്ഞ് പൊളിഞ്ഞ പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം. മൊത്തം പൊളിഞ്ഞൊക്കെ പോയി. പണ്ടത്തെ ഒരു നിങ്ങളൊരു ഓർമ്മ എങ്ങനെയാണ് അവിടുത്തെ പ്രൗഢി? വളരെ ഗംഭീരമായിട്ടുള്ള സ്ഥലമായിരുന്നു. ഓരോരുത്തരായിട്ട് നമ്മൾ ആ സ്ഥലത്തോട്ട് പോവുകയാണ്. എല്ലാം അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് കുളിച്ച് നേരെ നമുക്ക് ഇവിടെ പോയാലേ. ഇനിയാണ് യഥാർത്ഥ സ്ഥലം. സംഭവം എന്താ പറയാ, നമുക്ക് കുളിക്കാൻ തന്നെ സമയം കിട്ടണല്ലോ. എന്ന് വെച്ചാൽ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുകയാണ് നമ്മൾ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണിത്. അപ്പോൾ നമ്മളെ അടുത്ത സ്പോട്ടിലോട്ട് കുളിക്കാൻ വന്നിട്ടുണ്ട്. അവിടെ തൊട്ട് മേളിൽ തന്നെയായിരുന്നു. ഇതിൻ്റെ തൊട്ട് മേളിലാണ് നമ്മൾ നിന്നത്. വീണ്ടും നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു എങ്ങനെയുണ്ടല്ലോ, എങ്ങനെയുണ്ട്. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞു ഇപ്പോൾ ഞാനിതിനോടൊന്ന് എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത തണുപ്പും അടിപൊളി വെള്ളവും. കുറച്ച് നേരം ഇവിടെ ഇരിക്കാം.
എങ്ങനെ സെറ്റ് എന്റെ പൊന്നോ രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം ഇവിടെ വന്നപ്പോ. വണ്ടർലായിലൊക്കെ പോളാക്കൾ സ്ലൈഡ് ചെയ്ത് എല്ലാരും പോവുകയാണ്. എത്ര എന്താവോന്ന് അറിഞ്ഞൂടാ, നമ്മള് സ്ലൈഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഒരാൾ പോയി, ഒരാൾ താഴെത്തി, താഴെത്തി സ്ലൈഡ് ചെയ്ത്. ഓ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയാണ്. പൊളി പൊളി. ഇതിലെ വന്നത് കുഴപ്പമില്ല. അടിപൊളി കേട്ടോ. തിരുവള്ള സൈഡ് പോണ. നമ്മള് ഒരുപാട് ട്രൈ ചെയ്ത് അടുത്ത വട്ടം നമ്മൾ ഓക്കെ ആക്കും. അടുത്ത വട്ടം നമ്മൾ ഓക്കെ ആക്കി. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്. നേരത്തെ ഞാൻ ടെസ്റ്റ് അടിച്ച് നോക്കിയാണ് സ്ലൈഡ് ചെയ്ത്. അപ്പൊ ഇനി ശരിക്കൊന്ന് സ്ലൈഡ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ നടന്ന് കയറി വന്നപ്പം തന്നെ എൻ്റെ കയ്യിലൊന്ന് സ്ലിപ്പായി, എൻ്റെ ക്യാമറ എന്നും എല്ലാം വീണു, എൻ്റെ നെറ്റിയൊന്ന് ഇടിച്ച്. അപ്പോൾ നല്ലൊരു വീഴ്ചയായി വീണു. കുറച്ചൊരു കിളി പോയൊരവസ്ഥയായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ ലോകത്തെത്തി. ഇല്ല പോ, അത് കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മുഖം ഇടിച്ചിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ബോർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ സ്ലൈഡ് ചെയ്ത് പോവുകയാണ്. വീണ്ടും സ്ലൈഡ് ചെയ്ത് നമ്മൾ താഴെ വന്ന്. അപ്പോൾ ഇനി നമ്മൾ രാത്രി നേരത്തെ കുളിച്ചിട്ടൊക്കെ ഇനി നേരെ രാത്രി ഒരു സ്ട്രീറ്റ് ലൈറ്റാ ഒന്നുമില്ല ഇവിടെ. നമ്മൾ ഇനി നേരെ രാത്രി ഇങ്ങനെ ഒരു ബൈക്ക് റൈഡ് നടത്തുകയാണ്. അപ്പോൾ ഇതേ കഴിഞ്ഞ് നമുക്ക് മേളയിൽ പോയിട്ട് വേണമെങ്കിൽ ബിരിയാണി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് വൈകിട്ട് രാത്രി കഴിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ഒരു ടീം നേരെ പോയിട്ടുണ്ട്. നമ്മൾ ആ പിറകെ പോവുകയാണ്. എന്നിട്ട് നമ്മളിനി നേരെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ട്, 8:30 മണി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ എല്ലാം ചെയ്ത് വെച്ചിട്ട് പോയതുകൊണ്ട് തന്നെ വന്നോടെ നമ്മൾ ഒരു തണുപ്പൊക്കെ വന്നുകൊണ്ട് തന്നെ നമ്മൾ തീയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബിരിയാണി പൊട്ടിക്കണ പരിപാടിയാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് അത് കഴിക്കണം. അപ്പോൾ നമ്മളെ ദം ബിരിയാണി പൊട്ടിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദിനോണനും നമ്മുടെ കണ്ണൻ ചേട്ടനും ഉണ്ടാക്കിയ അടിപൊളി ഒരു ബിരിയാണി, ദം ബിരിയാണിയൊക്കെ കഴിക്കാൻ എല്ലാവരും ഇരുന്ന് വളഞ്ഞിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നല്ല രാത്രി ആയിട്ടുണ്ട്, നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ നല്ല ഫുഡൊക്കെ കഴിക്കണം. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചെറിയൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ബോക്സൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ രമേശണ്ണൻ നമ്മൾ ദിനോണനൊക്കെ അവിടെ കിടന്ന് അടിച്ച് പൊളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അതിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തകർക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി നമ്മൾ രാത്രി നമ്മളെ ബോണക്കാട് ബംഗ്ലാവിൽ പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ വീഡിയോ തന്നെ നല്ല ലെങ്ത് കൂടിയുണ്ട്, നമ്മൾ അത് ഇതിലോട്ട് ഉൾപ്പെടുത്തുന്നില്ല. അപ്പം അടുത്തൊരു എപ്പിസോഡായിട്ട് അത് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.